കാസ്റ്റ് ഹിന്ദു വോട്ടുകൾ എന്നത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ എക്കാലത്തെയും ഉറച്ച കോട്ടയായിരുന്നു. പക്ഷേ അതിലും ഇപ്പോൾ വിള്ളൽ വീണിരിക്കുന്നു. അടുത്തിടെ ബീഹാറിലും മധ്യപ്രദേശിലും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ബിജെപിക്കേറ്റ കനത്ത തോൽവി അതിന്റെ തെളിവായിട്ടാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. വിദഗ്ധർ മാത്രമല്ല, ബിജെപി നേതാക്കൾക്കും ഇതേ അഭിപ്രായമുണ്ട്. ഇത്തരമൊരു തിരിച്ചടിക്ക്, അതായത് ബിജെപിയുടെ സുരക്ഷിത വോട്ട് ബാങ്കിൽ തന്നെ ചോർച്ചയുണ്ടാകാൻ കാരണം എന്താണ്? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ബിജെപിയുടെ സമീപകാല ഉപതെരഞ്ഞെടുപ്പ് പരാജയങ്ങൾക്ക് പിന്നാലെ ആത്മപരിശോധനയ്ക്കുള്ള സമയമായി എന്ന് പോസ്റ്റ് ഇട്ടത് മുതിർന്ന ബിജെപി നേതാവും മധ്യപ്രദേശ് മുൻ മന്ത്രിയുമായ യശോധര രാജെ സിന്ധ്യയായിരുന്നു. ഹിന്ദു വിഭാഗങ്ങളിലെ സോക്കോൾഡ് ഉയർന്ന ജാതി വോട്ടർമാർക്കിടയിൽ ബിജെപിയുടെ സ്വാധീനം നഷ്ടമാകാൻ തുടങ്ങുന്നു എന്ന മുന്നറിയിപ്പായിട്ടായിരുന്നു യശോധര സിന്ധ്യയുടെ ഈ പോസ്റ്റ് വിലയിരുത്തപ്പെട്ടത്. ഉപതെരഞ്ഞെടുപ്പ് നടന്ന മധ്യപ്രദേശിലോ ബീഹാറിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രതിഭാസമല്ല ഇത്. വിശാലമായ രാഷ്ട്രീയ പ്രാധാന്യം ഈ വിഷയം അർഹിക്കുന്നുണ്ട്. ഈ സൂചനയും ആ പോസ്റ്റിൽ അവർ നൽകിയിരുന്നു. തങ്ങളുടെ ഉറച്ച വോട്ട് ബാങ്കിൽ തന്നെ വിള്ളൽ വീഴുന്നു എന്ന് ബിജെപി നേതാക്കൾ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ ഒരു ഭയപ്പാട് പിടികൂടുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് നേരത്തെ പറഞ്ഞ പോലെ ബീഹാറിലെ ബങ്കിപ്പൂരിലും മധ്യപ്രദേശിലെ ദാത്തിയിലുമേറ്റ കനത്ത തെരഞ്ഞെടുപ്പ് പരാജയം തന്നെയാണ്. ബങ്കിപ്പൂർ എന്നത് കഴിഞ്ഞ 30 വർഷമായി ബിജെപിയെ മാത്രം ജയിപ്പിച്ച ഒരു മണ്ഡലമായിരുന്നു. ബിജെപിയുടെ നിലവിലെ ദേശീയ അധ്യക്ഷന്റെ മണ്ഡലം. കായസ്ഥ, ബ്രാഹ്മണ, താക്കൂർ വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് ഗണ്യമായ വോട്ടുള്ള ഈ മണ്ഡലം ബിജെപിയുടെ ഏറ്റവും സുരക്ഷിതമായ സീറ്റുകളിൽ ഒന്നായാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. അവിടെയാണ് കന്നിക്കാരനായ പ്രശാന്ത് കിഷോർ അട്ടിമറി വിജയം നേടിയത്. മധ്യപ്രദേശിലെ ദാത്തി ആകട്ടെ, അവിടെയും ബിജെപിയുടെ പരാജയത്തിന് പിന്നിൽ സോകോൾഡ് ഉയർന്ന ജാതിക്കാരായ വോട്ടർമാർക്കിടയിലെ അതൃപ്തി കാരണമായിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. ഈ 2 സീറ്റുകളിലെയും മറ്റൊരു പൊതു ഘടകം എന്ന് പറയുന്നത് സമീപ വർഷങ്ങളിൽ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിൽ മാറ്റം സംഭവിച്ചിരുന്നു എന്നതാണ്. മധ്യപ്രദേശിൽ ബിജെപിയുടെ പ്രധാന നേതാക്കളിൽ ഒരാളായ ശിവരാജ് സിംഗ് ചൗഹാനെ മാറ്റി 2023 മോഹൻ യാദവിനെ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം കൊണ്ടുവന്നിരുന്നു. ബീഹാറിൽ നിതീഷ് കുമാറിനെ മാറ്റി ബിജെപി സാമ്രാജ് ചൗധരിയെ മുഖ്യമന്ത്രിയാക്കി. ഈ നീക്കങ്ങൾ പ്രത്യേകിച്ചും ബീഹാറിലേത് ഉയർന്ന ജാതി വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ടാകാമെന്നും നിരീക്ഷകർ കരുതുന്നുണ്ട്. ബിജെപിയുടെ സുരക്ഷിത വോട്ട് ബാങ്കിലെ ചോർച്ച പക്ഷേ ബീഹാറിലും മധ്യപ്രദേശിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. മറ്റു പലയിടങ്ങളിലും അതൃപ്തി പ്രകടമാണ്. UGC ചട്ടങ്ങൾ, നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച എന്നിവയ്ക്കെതിരെയുള്ള പ്രതിഷേധങ്ങളിലെല്ലാം ഈ പറഞ്ഞ അപ്പർ കാസ്റ്റ് ഹിന്ദുക്കൾ സജീവമായതും ബിജെപിയുടെ ഉറക്കം കെടുത്തുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട്: തൊഴിലില്ലായ്മയും വരുമാനത്തിലെ സ്തംഭനവും. ഇപ്പോൾ ബിജെപി ഭരണകൂടം സമ്പന്നരായ കച്ചവട മുതലാളിമാർക്കും അതിദരിദ്രരായവർക്കും വേണ്ടിയുള്ള ക്ഷേമ പ്രവർത്തനങ്ങളിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നാണ് ഒരു വിഭാഗം ഉന്നത ജാതിക്കാർ വിശ്വസിക്കുന്നത്. ഈ 2 വിഭാഗങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നതിനിടെ തങ്ങളെ അവഗണിക്കുന്നു എന്നതാണ് അവരുടെ പരാതി. 2019 അവതരിപ്പിച്ച EWS ക്വാട്ട മാറ്റി നിർത്തിയാൽ മറ്റൊന്നും തങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം ഈ അതൃപ്തി ബിജെപിയെ ഭരണത്തിൽ നിന്ന് താഴെയിറക്കാൻ കാരണമാകുമെന്ന് നിരീക്ഷകരാരും വിശ്വസിക്കുന്നില്ല. ബിജെപിക്ക് പകരക്കാരായി കോൺഗ്രസിനെയോ മറ്റ് പ്രതിപക്ഷ കക്ഷികളെയോ അവർ കാണുന്നില്ല എന്നതാണ് അതിന് കാരണം. എന്നിരുന്നാലും പ്രശാന്ത് കിഷോറിന്റെ ജാൻസുരാജ് പാർട്ടിയുടെ വിജയവും BJP പ്രതിഷേധവുമൊക്കെ BJP കേന്ദ്രങ്ങളിൽ അപായമണി മുഴക്കിയിട്ടുണ്ടോ എന്നത് തീർച്ചയാണ്.